ഇത് നല്ല സിനിമയായിരിക്കും. എനിക്ക് പോണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും. നിനക്ക് വേറെ ജോലിയില്ലടാ. പോ, പാടത്ത് പോയിക്കോട്ടെ. പൊട്ടാ നടക്കും. ഞങ്ങളുടെ വയറ്റുപഴുപ്പല്ലേ സാറേ, പെട്ടെന്ന് അങ്ങനെ നിർത്തിയാലോ? അതിനാ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞേ. നിനക്കൊക്കെ വേറെ പൊഴപ്പറയില്ലടാ. നിന്റെ പേരെന്തുവാടാ? എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാ. വരട്ടെ. പൂച്ച കണ്ണടച്ചിട്ടാ പാലുടിക്കുക. അല്ല ഞാൻ ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അന്തിയോളം കൂകി വിളിച്ച് കൊട്ടി നടന്നിട്ട് 5 റുപ്യേ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ചെണ്ടയുടെ വാടക ആര് കൊടുക്കും? ഇപ്പോഴേ തരാൻ നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടാ? ഇല്ലെങ്കിൽ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്നാശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചേർന്നു. ആ നീ വാ. അമ്മണി നിനക്ക് അന്തോണി ഇല്ലടി അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കാം. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? നല്ലത് വന്നിട്ടുണ്ട്. താനിപ്പോ സിനിമയ്ക്ക് എവിടെ നടക്കല്ലേ? മതിയായി പെങ്ങളെ, മതിയായി. നടക്ക്. ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാരം വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിര് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? സുമാർ ഒരു 6-7 വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10-16 വയ്ക്കും. എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസം ആവും? പണി തുടങ്ങട്ടെ, വേഗം തീർക്ക. വാട നാരായണ. കുടിക്കടാ, എല്ലാവരും കുടിക്കടാ. വയറിറച്ചു കുടി. നീ ഒഴിച്ചു കുടിക്കടാ. കുഞ്ഞിരാമൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, പടിപടിയായി കേറിയിട്ട്. നേരെ എന്താ വേണ്ടത്? ഒരു ചായ ഇട്. ചായ? ഈ പടത്തിന്റെ പേരെന്താ? വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്കിത്ര ജോലിയുണ്ട്.
എന്റെ പേര് അപ്പൂന്ന. എല്ലാ ആഴ്ച അവിടെ നിന്ന് സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? ജാനു. ഇന്നെന്തെത്ര സന്തോഷം. പെൺകുട്ടികൾ അധികം ചിരിച്ചാലുണ്ടല്ലോ കരയേണ്ടി വരും. ജാനു, എന്നാടാ വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ലോ. നീ ആ കത്തിയും എടുത്തു. ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ ഇന്ന് കാശ് മേടിക്കും. സിനിമയ്ക്കാ അല്ല, ജാക്കറ്റ് എടുക്ക. വേഗം കൊണ്ടുപാടി. ഇത് വരട്ടുവോ കറി വെക്കോ? അച്ഛന് വരട്ടിയതല്ലേ ഇഷ്ടം. അവിടെ ലാവത്തോണ്ട് വയ്ക്ക. ഞാനൊരു 2 രൂപ എടുത്തിട്ട് അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കരി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റൊക്കെ പിന്നെ വാങ്ങിക്കാം. അത് അകത്തോണ്ട് വയ്ക്ക. എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധമൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ളത് തരും. എത്ര നേരം ഇവിടെ പോയിട്ട് അങ്ങോട്ട് കൊടു. ഇന്ന ഇത് വെച്ചു. എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാൻ എത്ര കാലം കഴിഞ്ഞതാ. ഒരേ പാത്രത്തും ചോറുണ്ട് എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛന് വാദത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാരാ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു, ഇത്തോടെ വന്നേ. അയ്യപ്പനിരിക്കെ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ലെന്നാ എന്റെ പേര്. എന്താ അച്ഛാ? കുറച്ച് കടുങ്കാപ്പി കൊണ്ടുവാ. പഞ്ചാരയില്ല. കല്യാണം കാണുവോ? ഉണ്ട്. കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു. നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കല്യാണവും ഇല്ലേടി? അവിടെ ഉള്ളൂ. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായി. അതൊരു നല്ല കാര്യ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോടോ മറ്റോ ഒന്ന് ചോദിച്ചാൽ. പുരയുടെ മിറ്റിട്ടാണെങ്കിലും ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി. തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഈ വേലു. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ എലി പുന്നല് കണ്ട് മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ. പാറപൊട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ കൊക്ക് മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു, ഞാൻ സമ്മതിച്ചു. എന്നാ വാ. ഓ എന്താ ജാനു, ഇഷ്ടായില്ലേ? പിന്നെ അച്ഛനറിഞ്ഞാൽ?
ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ജാനുവിന് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ, എനിക്ക് വേണ്ട. ജാനുവിന് വിശ്വാസമില്ലേ? ഞാൻ പോവാ. നിൽക്കൂ. നിനക്കെന്താ ചിരിക്കാനറിയില്ലേ? ഞാൻ കരയാനേ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എന്നാ തന്നെ ഞാൻ ചിരിപ്പിക്കും. ചേട്ടൻ ഇപ്പോഴല്ലേ കാണുന്നത്? ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളെന്നറിയാമോ? ഇപ്പൊ കളിക്കണ കളി നന്നോടാ. ഫസ്റ്റല്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതല്ലടാ, സിനിമാ കളി ഓ അങ്ങനെ. നന്നോടാ. കണ്ടു നോക്കണം. ഓ ഇങ്ങനെ. നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ. വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിച്ചില്ല അല്ലേടാ? അപ്പോ ജാനുവിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വയ്യ അറിയല്ലേ? കല്യാണ പെണ്ണെ കാണണമെങ്കിൽ വീട് അന്വേഷിച്ചു വരുമെന്നേ. ഇന്നെന്താ അത്ര സന്തോഷം? എന്താണ്ട് ചുണ്ടും കോളും ചോന്നിരിക്കണേ? ഇതെന്താ? ആ സൈനിബ, തയ്യക്കാരന്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തുന്നിച്ചു തരൂ. അത്രക്കായില്ലേ? ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ അപ്പുവിന്റെ കൂടെ സ്നേഹമാണെന്ന് ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. ഓ അത്രയുണ്ടോ? ഇനി വല്ലതും ഉണ്ടോ? പോട്ടെ. അല്ല ഇതാര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി വാ. അന്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അന്റെ കല്യാണം ഉടനെ നടത്തണം. വീടും മമ്മുക്ക.